സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ട് എന്ന് വളരെ വ്യക്തമായി ആർക്കും ബോധ്യപ്പെട്ടു. ശബരിമല കേന്ദ്രീകരിച്ച് വലിയൊരു അധോലോക സംഘം, ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു എന്ന് വളരെ വർഷക്കാലമായി ആരോപണം ഉയർന്നിട്ടുണ്ട്. ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ വികാരങ്ങളെയും വിശ്വാസത്തെയും ഒക്കെ ധ്വംസിക്കാനും മനഃപൂർവമായി ശബരിമല ക്ഷേത്രത്തിൻ്റെ ഖ്യാതി നശിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമങ്ങൾ, ഗൂഢശക്തികളുടെ ശ്രമങ്ങൾ നടന്നു വരുന്നു എന്നുള്ള ആരോപണം, ആക്ഷേപം, ഭക്തജനങ്ങളുടെ ആവലാതികൾ എല്ലാം കുറേ നാളുകളോളമായി ഉയർന്നു വരികയാണ്. അനുദിനം അത് ശരിയാണ് എന്ന് ആർക്കും ബോധ്യപ്പെടുന്ന സംഭവ വികാസങ്ങളാണ് ശബരിമല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 1998 വിജയമല്ലയ്യ ഏതാണ്ട് 30.3 കിലോ സ്വർണം ശബരിമലയിൽ ശ്രീകോവിലും അതിന് അനുബന്ധമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും നിർമ്മിതികളും എല്ലാം സ്വർണം പൂശാൻ, സ്വർണ്ണപ്പാളികൾ പതിപ്പിക്കാൻ നൽകിയിട്ടുള്ളതാണ്. അതനുസരിച്ച് അതിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തു. ആ പണി ചെയ്ത കോൺട്രാക്ടർ, ആ വർക്ക് ഏറ്റെടുത്ത് അതിൻ്റെ പരിശോധന നടത്തിയ ആളുകൾ, അതിന് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളവർ എല്ലാവരും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രസ്താവിച്ചു കഴിഞ്ഞു. ശബരിമലയിൽ ഈ ദ്വാരപാലകന് സ്വർണ്ണ പാളികൾ കൊണ്ട് അത് പൊതിയുകയുണ്ടായി. അങ്ങനെ ദ്വാരപാലകന്മാർക്ക് ഒരു ഗോളക, സ്വർണത്തിൽ ഗോളക ഉണ്ടാക്കി കൊടുത്ത് അത് സ്ഥാപിച്ചിട്ടുണ്ട്. അത് കണ്ടവരാണ് കഴിഞ്ഞ വളരെ വർഷക്കാലമായി ശബരിമല പ്രക്ഷോഭമൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ ഇതെല്ലാം അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് അയ്യപ്പന്മാർ ഇത് കാണുകയും അതിൻ്റെ ചിത്രങ്ങളെല്ലാം മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ സ്വർണ്ണപ്പാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് 2019 വരെ. പക്ഷേ 2019 എന്ത് സംഭവിച്ചു? അവിടെ നിന്നും അത് ഇളക്കി എടുത്തുകൊണ്ട് അതിന് കേടുപാടുകൾ സംഭവിച്ചു എന്ന് പറഞ്ഞ് അത് നന്നാക്കാൻ, അത് പുനർനിർമ്മിക്കാൻ വേണ്ടി അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൊണ്ടുപോയപ്പോൾ ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ചെമ്പുപാളിയാണ്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ചെമ്പുപാളിയാണ്. അവിടെ ചെന്നൈയിൽ കിട്ടിയ ആ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്പാണ്, എല്ലാവരും ചെമ്പ് എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് അറിയേണ്ടത്. 2-3 കാര്യങ്ങൾ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഭക്തജനങ്ങൾ ഇന്ന് വളരെയേറെ വ്രണിത ഹൃദയരാണ്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് അവരുടെ വികാരങ്ങളെയും വിശ്വാസത്തെയും സങ്കല്പത്തെയും ധ്വംസിക്കുന്നതാണ്. കാരണം ദ്വാരപാലകൻ എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിൽ കാവൽക്കാരായി നിൽക്കുന്നവർ, അത് ദേവനെപ്പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ്. വളരെ അന്ധശാസ്ത്ര വിധി അനുസരിച്ച് അവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ്. മാത്രവുമല്ല, ശബരിമലയിലെ ഈ ദ്വാരപാലകർ എന്ന് പറയുന്നത് കടുത്ത സ്വാമിയും അതുപോലെ തന്നെ ഈ വിശ്വാസ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കറുപ്പ സ്വാമിയുമാണ്. അപ്പോൾ കറുപ്പയും അതുപോലെ കടുത്ത സ്വാമിയും ശബരിമല ക്ഷേത്രത്തിൻ്റെ അയ്യപ്പൻ്റെ അനുചരന്മാരായി, തോഴരായി, അയ്യപ്പനോടൊപ്പം തന്നെ ബഹുമാന്യരായി, ആദരണീയരായി അയ്യപ്പ ഭക്തന്മാർ കാത്തു സൂക്ഷിക്കുന്ന അവരുടെ ഹൃദയത്തിൽ എന്നും ഒരു വികാരമായി കൊണ്ടു നടക്കുന്നതാണ്. അവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അയ്യപ്പ ഭക്തന്മാരെല്ലാവരും വളരെ വേദനയോടെ, ദുഃഖത്തോടെ, അമർഷത്തോടെ, ഉത്കണ്ഠയോടുകൂടിയാണ് കഴിയുന്നത്. എന്തുകൊണ്ട് ഗവൺമെൻറ് ഇത് മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രി കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല? ഇതേക്കുറിച്ച് ഉത്തരം പറയണ്ടേ? അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ വാതോരാതെ അതേക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് നടന്നല്ലോ. ഇതിൻ്റെ ഖ്യാതിയെക്കുറിച്ച്, ആഗോളതലത്തിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിയെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച്, ആ അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ പറഞ്ഞ ആളാണല്ലോ. എന്താ ഇപ്പോഴൊന്നും മിണ്ടാത്തത്? എന്താണ്? എന്തുകൊണ്ട് അന്നത്തെ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും കമ്മീഷണറെയും അതുപോലുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഈ കാര്യത്തെക്കുറിച്ച് സർക്കാരിൻ്റെ വിശദീകരണം എന്താണ് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? ഇനി അതിനുശേഷം അവിടെ 2019 ഒരു സ്വർണ്ണ പൂശി എന്ന് പറയുന്ന ഒരു ഗോളക സ്ഥാപിക്കുകയുണ്ടായി. ഒരു ആവരണം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ 40 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടിയാണ് സ്ഥാപിച്ചത്. 40 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി
സ്ഥാപിച്ചിട്ട് 6 വർഷത്തിന് ശേഷം അത് അവിടെ നിന്ന് ഇളക്കി മാറ്റേണ്ടി വന്നു. അതിൻ്റെ അർത്ഥം അത് തന്ന ആ സ്മാർട്ട് ക്രിയേഷൻസ് അവരെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ അന്ന് കൊണ്ടുപോയി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ടതാണ്. കാരണം രണ്ടുപേരും അതിൻ്റെ ഉത്തരവാദികളാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? 2025 സെപ്റ്റംബർ മാസം അതേ ആളുകൾക്ക് തന്നെ കൊടുക്കുകയാണ്. നിങ്ങൾ കൊണ്ടുപോയി പുനർനിർമ്മിച്ച് കൊണ്ടുവരാൻ. ഇത് സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശി കൊണ്ടുവരാൻ അവരെ തന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും തെറ്റ് ചെയ്തു. വളരെ അങ്ങേയറ്റത്തെ അപരാധമാണ് ചെയ്തിരിക്കുന്നത്. ക്ഷമിക്കാനാവാത്ത, ആർക്കും പൊറുക്കാനാവാത്ത വലിയൊരു തെറ്റാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ആ 40 വർഷത്തെ ഗ്യാരണ്ടിയുള്ള ആ സ്വർണം പൂശിയ ആ ഗോളക എന്തിനാണ് അത് പുനർനിർമ്മിക്കാൻ വേണ്ടി കൊടുത്തത്? എന്ത് കേടുപാടാണ് അതിന് സംഭവിച്ചത്? 6 വർഷം കൊണ്ട് എന്ത് കേടുപാട് സംഭവിച്ചു? ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. അതിന് നാണയത്തൊട്ടുകൾ വലിച്ചെറിയുന്നതുകൊണ്ടാണ് കേടെന്ന് പറയുന്നു. അതെങ്ങനെയാണ്? ആ 7 അടി പൊക്കമുള്ള അത്രയധികം ഉയരത്തിലേക്ക് നാണയത്തൊട്ടുകൾ ആരെങ്കിലും വലിച്ചെറിയുമോ? അത് തന്നെയുമല്ല, അതിൻ്റെ അടുത്ത് അയ്യപ്പ ഭക്തന്മാർക്ക് നിൽക്കാനാവാത്ത സ്ഥലമാണ്. അവിടെ ഒന്നുകിൽ മേളക്കാർ, അല്ലെങ്കിൽ പാട്ടുപാടുന്നവർ, അല്ലെങ്കിൽ അഷ്ടപതി പാടുന്നവർ. ഇതിൻ്റെ ഇപ്പുറത്താണെങ്കിൽ, ഇടതുവശത്താണെങ്കിൽ അവിടെ നിൽക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലുള്ള ആളുകളുമാണ്. അതുകൊണ്ട് അതിന് ഏതെങ്കിലും വിധത്തിൽ കേടുപാട് സംഭവിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. ഈ രണ്ട് തെറ്റുകളാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് ഇതുപോലുള്ള സ്വർണ്ണ ഗോളകകളും ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് നിയമമുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ദേവസ്വം മാനുവൽ 1-ാം വോളിയത്തിൽ 11-ാം അധ്യായത്തിൽ 32-ാമത്തെ വകുപ്പ് പറയുന്നത് വളരെ വ്യക്തമാണ്. ഒരു സാധനവും ഇതുപോലെ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണമോ സ്വത്തുക്കളോ ഒന്നും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. കേടുപാടുകൾ സംഭവിച്ചാൽ അത് മുഴുവൻ അവിടെ പണി തീർക്കേണ്ടത് ക്ഷേത്രത്തിൻ്റെ മതിലിനുള്ളിലാണ്, അതിൻ്റെ പരിസരത്താണ്. അപ്പോൾ അത് ലംഘിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഹൈക്കോടതി അറിയിച്ചില്ല? സ്പെഷ്യൽ കമ്മീഷണർ എന്തുകൊണ്ട് അറിയിച്ചില്ല? 2023 ഹൈക്കോടതിയുടെ വ്യക്തമായ ഉത്തരവുണ്ട്. ഏതെങ്കിലും ഇതുപോലുള്ള സാധന സാമഗ്രികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്ന പക്ഷം അതേക്കുറിച്ച് സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കേണ്ടതാണ്, ഹൈക്കോടതിയുടെ അനുവാദം വാങ്ങേണ്ടതാണ്. അതും ലംഘിച്ചു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ലംഘിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം. ഈ ബോർഡ് ഒന്നാകെ അംഗങ്ങളും ഉൾപ്പെടുന്ന ബോർഡ് രാജിവെക്കണം. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ചുണ്ടായിരിക്കുന്ന ദുരൂഹതകൾ നീക്കാൻ അന്വേഷണം CBI ഏറ്റെടുക്കണം, CBIക്ക് വിട്ടുകൊടുക്കണം. കേരള ഗവൺമെൻറ് ശുപാർശ ചെയ്യണം. CBI എന്തുകൊണ്ട് ഏറ്റെടുക്കണം? ഇത് സംസ്ഥാനാന്തര ബന്ധമുള്ള ചില ഏജൻസികൾ, ചില ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. CBIക്ക് മാത്രമേ ഇതിൻ്റെ ഉള്ളറ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ. കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വളരെ വിദഗ്ധമായ അന്വേഷണമാണ് ആവശ്യം, വ്യാപകമായ അന്വേഷണമാണ് ആവശ്യം. അത് CBIക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു, ഈ സംബന്ധിച്ചുള്ള കേസ് അന്വേഷിക്കാൻ അത് CBIക്ക് വിട്ടുകൊടുക്കണം എന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. കേരള സർക്കാർ അത് സംബന്ധിച്ചുള്ള ശുപാർശ ഹൈക്കോടതിയിൽ നൽകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്.